കുശുംബു കേട്ടല്ലോ. BJP-യുടെ അധ്യക്ഷയാവാൻ പോവുകയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ BJP-യുടെ അധ്യക്ഷയാവാൻ പോവുകയാണ്. ആര്? കുശുംബു. അവിടെ ഉണ്ടായിരുന്ന അധ്യക്ഷനപ്പോൾ എവിടെയെന്ന് ചോദ്യമുണ്ട്. അണ്ണൻ OMKV ഓർഡറാമായി കണ്ടം വഴി പോയി. അങ്ങനെ കാര്യം മനസ്സിലായി. ആര്യൻ സങ്കല്പങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ വെച്ചാൽ ഹിന്ദുത്വവാദങ്ങൾക്ക് എവിടെ വേര് പിടിച്ചാലും ദ്രാവിഡ കൾട്ട് പേറുന്ന തമിഴ്നാട്ടിൽ വേര് പിടിക്കില്ല. അത് മനസ്സിലാക്കി അണ്ണം പോയി. അണ്ണം പോച്ച്. ഒരു പദവിയും വേണ്ട, ഒന്നും വേണ്ട. അണ്ണം പഠിക്കാൻ പോവാന്ന് പറഞ്ഞ് പോയി. 1ാം ക്ലാസ്സിൽ ചേരാൻ വേണ്ടി പോയി. അതിന് പകരം BJP-യുടെ തലപ്പത്തേക്ക് വരാൻ പോവാണ് കുശുംബു. BJP-യുടെ അവസാനം ആരംഭിച്ചു നടത്തും. വലിയ വലിയ കളികളൊക്കെ നടത്തി നോക്കി തമിഴ്നാട്ടിൽ. പക്ഷെ ചെറിയൊരു കളി നരേന്ദ്രമോദിയായിട്ട് എനിക്ക് ഡയറക്റ്റ് ബന്ധം ഇപ്പോഴുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞേനെ, തമിഴ്നാട്ടിൽ BJP-ക്ക് വിജയിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ BJP-ക്ക് വിജയിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ആ B എടുത്ത് കളയുക, D ചേർക്കുക, അത്രമാത്രം മതി. അതിലിപ്പോൾ കോടികളുടെ ചിലവൊന്നുമില്ലല്ലോ. BJP എന്നുള്ളത് DJP എന്നാക്കുക. ദ്രാവിഡ ജനതാ പാർട്ടി 10 വോട്ട് കൂടുതൽ കിട്ടും. സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറയില്ല കേട്ടോ. 10 വോട്ട് കൂടുതൽ കിട്ടും. നിന്ന് ചവിട്ടാനൊരു ഇടമുണ്ടാകും, അത്രമാത്രം. കാരണം ഇവരുടെ ഹിന്ദുത്വവാദവും ഇവരുടെ ജയ് ശ്രീരാം വിളിയും ആഞ്ജനേയ വിളിയും അതൊന്നും ഒരിക്കൽ പോലും ഇന്ത്യൻ രൂപ അമേരിക്കയിൽ ചിലവാവില്ല. ഡോളർ ഇവിടെ ചിലവാവും, ഇന്ത്യൻ രൂപ അവിടെ ചിലവാവില്ല. അതുപോലെ ഇവരുടെ ഹിന്ദുത്വവാദം എവിടെ ചിലവായാലും, ഇവരുടെ ഹിന്ദി ഭാഷാവാദം എവിടെ ചിലവായാലും, ഇവരുടെ ആര്യൻ അഹങ്കാരം എവിടെ ചിലവായാലും അത് ചെലവാവാത്ത വിധത്തില് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന അവിടെ പെരിയോർ എന്നാ പറയുക, തന്തൈ പെരിയോർ EV രാമസ്വാമി നായക്കരിൽ. അത് ഗോദ്രജിന്റെ പൂട്ടൊന്നുമല്ല കേട്ടോ, അതുപോലെ പൂട്ടിയിരിക്കുകയാണ്. ആ പൂട്ട് തുറക്കാൻ ആർക്കും കഴിയില്ല. അത് അണ്ണാതുരയ്ക്ക് കഴിയുമായിരുന്നു. വേണമെങ്കിൽ അണ്ണാതുര ആ പൂട്ട് തുറക്കൂ. ദ്രാവിഡ കൾട്ടിന്റെ മേലെ ഒരു നുള്ള് മണലെടുത്തിടാൻ, ഒരു മണ്ണെടുത്തിടാൻ അനുവദിക്കില്ല തമിഴ്നാട്ടുകാർ. അതാണ് അവരുടെ ദ്രാവിഡ കൾട്ട്. തമിഴ്നാടിന് അവരുടേതായിട്ടുള്ളൊരു സ്റ്റേറ്റ് സോങ് ഉണ്ട്. നിങ്ങൾ കേട്ടോ എനിക്കറിയില്ല. അതിലും നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന അവരുടെ ആ തമിഴകത്തുള്ള സ്നേഹമാണ്. അവരെപ്പോഴും പറയും, എന്നുടൽ മണ്ണുക്ക്, എന്നുയിര് തമിഴുക്ക്. അവിടെ കൊണ്ടുപോയിട്ടാണ് നടാൻ നോക്കുന്നത് ഈ വിപത്തിൻ്റെ വിത്ത്. ദ്രവീഡിയൻ മണ്ണിലാണ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ആര്യൻ വിപത്ത് ഇവിടെ കടന്നു വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന ദ്രവീഡിയൻ കൾച്ചർ. അതിൻ്റെ മണ്ണിലാണ് ഇവരുടെ ഈ വെറുപ്പിൻ്റെ വിത്ത് വിതറാൻ അവർ ശ്രമിക്കുന്നത്. അവിടെ അവർക്ക് വിജയമുണ്ടായാൽ അത്ഭുതമാണ്, പരാജയമുണ്ടായാൽ അത്ഭുതമല്ല. അതാണ് IPS റാങ്കുള്ള ആളായിരുന്നു അണ്ണാമലൈ. ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഒരു പയറ്റൊക്കെയും പയറ്റി. പലർക്കും അത് വലിയൊരു
പ്രതീക്ഷ നൽകി ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്ക്. അദ്ദേഹത്തിന് മനസ്സിലായി ജന്മം മുഴുവൻ തോൽവിയാകുന്നു മനസ്സിലായി. ഇപ്പം കേരളത്തിൽ കാണുന്നുണ്ടല്ലോ, ജന്മം മുഴുവൻ തോൽവിയാകുന്നു മനസ്സിലായി. അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം നാടുവിട്ടു, പഠന കാര്യങ്ങൾക്കായിട്ട് നാടുവിട്ടു. അപ്പം അതിന് പകരം അവിടെ ഒരു ശൂന്യസ്ഥലം വന്നിരിക്കുകയാണ്. അപ്പം അതിന് പകരം സിനിമാ നടി ഖുശ്ബുവിനെ ആ പദവിയിലേക്ക് ആസനസ്ഥനയാക്കാൻ വേണ്ടിയിട്ട് ആ BJP തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം എന്തായി? BJPയുടെ കാര്യം തീരുമാനമായി. BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് ഇപ്പോൾ ഈ നടി. ആദ്യം കോൺഗ്രസ്സുകാരിയായിരുന്നു. കോൺഗ്രസിൽ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതിയൊരു വലിയൊരു കൂട്ടം ആൾക്കാർ BJPയിലേക്ക് ചാടി. ഇനി വരാൻ പോകുന്ന 250 വർഷവും നരേന്ദ്രമോദി തന്നെ അവിടെ പ്രധാനമന്ത്രി എന്നൊക്കെയാണല്ലോ പ്രചാരമുണ്ടായിരുന്നത്. കോൺഗ്രസ് അവിഞ്ഞ് അപ്രത്യക്ഷമായി പോകും എന്ന് കരുതിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പലരും എടുത്ത് ചാടി. ആ കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് ഈ ഖുശ്ബുവും എടുത്തു ചാടി. അവിടെ നിന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാക്കി മാറ്റി. BJPയുടെ അലങ്കാരമാണല്ലോ ഇങ്ങനത്തെ ആളുകളിലേക്ക് വന്ന് ചേർന്നാൽ. അപ്പം ഈ അടുത്ത സമയത്ത് അവർ ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശോഭ ചേച്ചിക്ക് അതിന് ശ്രമിച്ചതാ. അതിപ്പോൾ അവർ രാജിവെച്ചപ്പോൾ പലർക്കും സംശയമായി അവർ BJP വിടുമോ. BJP വിടാൻ വേണ്ടിയിട്ടല്ല, അതിന് പകരം പുതിയൊരു ലാവണം, അതിൻ്റെ സൂചനകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ഈ സാധനം വേണ്ടെന്ന് വെച്ചത്. BJPയുടെ അധ്യക്ഷൻ BJP തമിഴ്നാട്ടിൽ ഉണ്ട് എന്നൊരു ധാരണ പരത്താൻ പറ്റിയത് കെ അണ്ണാമലൈ. അദ്ദേഹം IPS ഉദ്യോഗസ്ഥനാണ്, ചെറുപ്പക്കാരനാണ്, നല്ല പ്രസംഗകനാണ്, ഇംഗ്ലീഷ് അതുപോലെ തന്നെ നല്ല തമിഴൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സാധ്യത, ചെറിയൊരു സാധ്യത ഇവിടെ കാലെടുത്ത് വയ്ക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഒരു സാധ്യത പലരും കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോവുകയാണ്. ലണ്ടനിൽ പഠിക്കാൻ പോകുന്നത് അതൊക്കെ ഒരു സാഹചര്യം ഒരുക്കി വെച്ചതാണ്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജന്മം കോഞ്ഞാട്ടെ ആവുമെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ നേരത്തെ എടുത്ത് ചാടി. അത്രമാത്രമുള്ള ബുദ്ധിമാൻ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഖുശ്ബുവിനെ സംബന്ധിച്ചിടത്തോളം വയസ്സായി. ഇനിയിപ്പോൾ പുതുതായിട്ട് സിനിമയിലൊന്നും അവർക്ക് വരാൻ പറ്റില്ല. വരികയാണെങ്കിൽ തന്നെ അമ്മൂമ്മയുടെ റോളൊക്കെ പറ്റുള്ളൂ. അതവർക്ക് താല്പര്യമില്ല. ആയതുകൊണ്ട് തന്നെ ഈ ഒരു ശൂന്യ സ്ഥലം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു അംഗീകാരമാണ്, ഭാഗ്യമാണ്. എടുത്ത് അവിടേക്ക് ചാടിയിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിയിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ അംഗത്തെ രാജിവെച്ചതെന്ന് ആ രാജിവെച്ച സമയത്ത് അവരൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പം തന്നെ എല്ലാവരും കണക്ക് കൂട്ടി. ഇവിടെ നിന്ന് അണ്ണാമല ഇവിടുന്ന് തിരോധാനം ചെയ്തതും ഇവർ പ്രത്യക്ഷപ്പെട്ടതും കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സംഭവം ഇതാണെന്ന്. അന്നേ മനസ്സിലായി. ഈ രാഷ്ട്രീയം ചിന്തിക്കുന്ന ആൾക്കാർക്ക് അന്നേ മനസ്സിലായി. ഇപ്പം ഏകദേശം അത് ഈ പ്രഖ്യാപനം മാത്രമേ ബാക്കി വേണ്ടൂ. ഈ വനിതാ കമ്മീഷനിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടാകും. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും ആൾക്കാരും അതിനകത്തുണ്ടാകും. അതുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാനായില്ല അവർക്ക്. ഇപ്പോൾ സ്വതന്ത്രയാകണമെന്ന് ആഗ്രഹം തോന്നി. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ ഒരു പദവി വേണ്ടെന്ന് വെച്ചത്. 2023 കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അവരിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ വനിതാ കമ്മീഷൻ അംഗമാവുന്നത്. അണ്ണാമല ഇപ്പോൾ പോകും. ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട്. ഈ മാസം 28-ാം തീയതി ലണ്ടനിലേക്ക് പോകും. അവിടെ അടിപിടിയും തല്ലാണ് കേട്ടോ ലണ്ടനിൽ. അവിടെ പിന്നെ അവിടെ വലിയ പൊസിഷനിൽ ഫെലോഷിപ്പ് കിട്ടിയിട്ടാണ് പോകുന്നത്. ഏതായാലും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇങ്ങനെയൊരു സ്ത്രീയെ കയറ്റുന്നതിന്
ഇപ്പം ഹിന്ദു ആയിട്ടാണ് നടപ്പ്. ഇവർ ഹിന്ദു അല്ല. ആ പദവിയിലേക്ക് ഖുശ്ബുവിനെ ആ പദവിയിലേക്ക് കയറ്റുന്നതിൽ ഇപ്പം തന്നെ അവിടെ മുറുമുറുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വേറെ ആൾക്കാരുണ്ട് കാലാകാലങ്ങളായിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ചെമ്പുകോഴിക്ക് പറ്റിയ പോലെ ബാക്കിയുള്ള ആൾക്കാർ, ഇന്ന് പോലും എന്നെ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞത്, MT രമേശിനെ പോലുള്ള ആളുകൾ എന്തിനാണ് നമ്മളുടെ കുമ്മനം രാജശേഖരൻ, ശോഭ സുരേന്ദ്രൻ, കൃഷ്ണദാസൊക്കെ ഉള്ള സമയത്താണ് ഈ വാനരനെ പിടിച്ച് അവിടെ കൊണ്ട് കയറ്റി വെച്ചത്. അതിൻ്റെ പലപ്പോൾ അനുഭവിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ വായ കഴുകണം, മുഖം കഴുകണം ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കേൾക്കുന്ന ചെവിയിൽ വാക്സിൻ നിറയും. ഇത് കേട്ട് കഴിഞ്ഞാൽ നാറ്റക്കേസായി മാറി. അപ്പോൾ കാലാകാലങ്ങളായിട്ട് സംഘശാഖയിൽ പ്രവർത്തിച്ച് അതിൻ്റെ OTC ITCയിലെല്ലാം പങ്കെടുത്ത് പുറത്തു വന്ന് ആ ഒരു കൾച്ചർ ഉള്ള ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. വാനതി ശ്രീനിവാസൻ, വിജയധാരണി, അവർക്ക് വനിതാ നേതാക്കളാണ്. വാനതി ശ്രീനിവാസനൊക്കെ അവർക്ക് ഉള്ളപ്പോഴാണ് ഈ നടിക്ക് അധ്യക്ഷ പദവി നൽകുന്നത്. എന്തൊരു ഗുണമാണ് അതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അവർ പലരും പറയുന്നുണ്ട്, കേരളത്തിൽ കണ്ടില്ലേ ആർക്കും സാധിക്കാത്തൊരു കാര്യം ഒരു സിനിമാ നടൻ സാധിച്ചിരിക്കുകയാണെന്ന്. അപ്പം അത് കണ്ടിട്ടാണ് ഇവിടെ ഈ സിനിമാ നടിയെ പിടിച്ച് കയറ്റി വെക്കുന്നത്. അത് നല്ല കാര്യമാണെന്നാണ് ഇപ്പോൾ അവരെ വേറെ കുറേ ആൾക്കാർ ന്യായീകരണം. ഖുശ്ബു 2010 DMK-യിലൂടെ രാഷ്ട്രീയത്തിലെത്തുന്നത്. പിന്നീട് 4 വർഷം കഴിഞ്ഞപ്പോൾ 2014 ചാടി കോൺഗ്രസ്സിൽ. അവിടെ 5-6 വർഷം പ്രവർത്തിച്ചു. 2020 ആയപ്പോൾ 2010 DMK, 14 കോൺഗ്രസ്, 20 അവസാനമായപ്പോൾ BJP. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1008 മത്സരിച്ച് ഠേയ് എന്ന് പറഞ്ഞ് 8 നിലയ്ക്ക് പൊട്ടി. അതിനുശേഷമാണ് ദേശീയ നിർവാഹക സമിതി അംഗമാകുന്നത്. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കണഞ്ഞ് പരിശ്രമിച്ചു, സീറ്റ് കിട്ടിയില്ല. ആയതുകൊണ്ട് തന്നെ കുശുമ്പൂനൊരു കുശുമ്പ് തോന്നിയിട്ട് ഞാൻ വരൂല്ല എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് മാറി നിന്നതാ BJP-യിൽ നിന്ന്. ഏതായാലും ഇപ്പം അവരെ വീണ്ടും പിടിച്ച് ഇങ്ങനൊരു സ്ഥാനത്തേക്ക് ആനസ്തനസ്ഥയാക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു പദവി വേണമെന്ന് ഞാൻ BJP-യുടെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഈ ഖുശ്ബു പറഞ്ഞിട്ട് അത് എല്ലാവരും പറയുന്ന പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, എന്നെങ്കിലും പഠിപ്പിച്ചുള്ള പ്രൊഫസറാണ് കേരള കോളേജിൽ. അപ്പം അങ്ങേര് പുസ്തകം എഴുതും. അങ്ങേര് പുസ്തകം എഴുതിയിട്ട് എക്സിബിഷനിലേക്ക് കൊണ്ടുവയ്ക്കും. പിന്നത്തെ എക്സിബിഷൻ വരുന്ന സമയത്ത് എൻ്റെ പുസ്തകമൊക്കെ എങ്ങനെ സാറിൻ്റെ പുസ്തകം ഗംഭീരമായിട്ടുണ്ട്. എന്തേ സാറ് 20 പുസ്തകമല്ലേ ഇവിടെ വെച്ചിട്ടുള്ളത്? അതെ. ഇതിന് മുൻപ് പലരും പലയിടത്തും വാങ്ങിച്ച പുസ്തകം അടക്കം ഇവിടെ കൊണ്ടുവച്ചിട്ട് 40 പുസ്തകം ഇവിടെ ഉണ്ട്, എടുത്തു കൊണ്ടുപോകാൻ പറയും. എന്നിട്ട് ഇങ്ങേരുടെ ചില ആൾക്കാരും കൂടിയിട്ട് അവാർഡ് പ്രഖ്യാപിക്കുന്നവർ പറയും, എന്തൊരു കഷ്ടമാണ് നോക്കൂ ഈ കുട്ടികളൊക്കെ അനാവശ്യമായിട്ടുള്ള അവാർഡും കാര്യങ്ങളും, ഞാൻ വേണ്ട അങ്ങനെ ആളുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ വെറുതെ വെറും വിലയ്ക്ക് പറയുന്നതാണ്. ഇതെല്ലാം പിന്നാലെ നടന്ന് പൂജ വാൽക വാ പട്ടി വാൽക വാ എന്നൊക്കെയും പറഞ്ഞ് പിന്നാലെ നടന്ന് ഷൂ നക്കിയിട്ട് വേണം സ്ഥാനം കിട്ടാൻ. ഇപ്പോൾ പറയണു BJP നേതൃത്വത്തിൽ വില പേശിയിട്ടില്ല എന്ന്. ഞങ്ങൾക്ക് സംശയമില്ല, നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് ഖുശ്ബുവിന് സംശയമുണ്ടോ വില പേശിയിട്ടില്ല എന്ന്? അപ്പം അവർക്കാ സംശയം. അവരവരോട് പറയും ഞാൻ BJP-യുടെ ഒന്നും വില പേശിയിട്ടില്ല എന്ന്. ഏതായാലും തൻ്റെ തിരിച്ചു വരവിൽ ഇപ്പോൾ DMK കിടന്നതിനെ കിടു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 
അതിൻ്റെ പേരിൽ പല രൂപത്തിൽ എൻ്റെ മേലെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. ബുദ്ധിയും സൗന്ദര്യവുമുള്ള സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുന്ന DMKക്ക് പിടിക്കില്ല എന്ന്. ആരെയും സൗന്ദര്യമുള്ള സ്ത്രീ? ഞാൻ. ആരാ ബുദ്ധിയുള്ള സ്ത്രീ? ഞാൻ. അവർ സ്വയം പറയണതൊക്കെ.
നടൻ വിജയൻ ബുദ്ധിമാനായതിനാൽ രാഷ്ട്രീയത്തിൽ തൻ്റെ ഉപദേശത്തിന് ആവശ്യമില്ല. അതെന്താ മനസ്സിലായില്ല. വിജയ് പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കുന്നത് സംബന്ധിച്ച് BJP നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതും എന്ന് കുശുമയളെന്തോ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അത് ഇനിയിപ്പോൾ BJP ചേരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവർ പറയുന്നത് നടൻ വിജയൻ എന്ത് ചെയ്യാൻ പോണു എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം ബുദ്ധിമാനാണ്, അദ്ദേഹം തീരുമാനം എടുത്തുകൊള്ളൂ എന്ന്. BJP ആയിട്ട് സഖ്യമുണ്ടാക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇവർ പറയേണ്ടത് എനിക്കറിയില്ല കേട്ടോ. വിജയൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പോലും എനിക്കറിയില്ല. എന്തായാലും ഇതിലിപ്പോൾ ഒന്നേ പറയാനുള്ളൂ, തമിഴ്നാട്ടിൽ BJPയുടെ കാര്യം. ഇപ്പം കഴിഞ്ഞ ഒരുപാട് ഇലക്ഷനിൽ, നിയമസഭാ ഇലക്ഷനിൽ അതുപോലെ തന്നെ ലോകസഭാ ഇലക്ഷനിലൊക്കെ മത്സരിച്ചല്ലോ. ആ മത്സരിക്കുന്ന സമയത്തൊക്കെ ചില ചെറുതായിട്ടുള്ള വിദൂരമായിട്ടുള്ള സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മത്സരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു തീരുമാനമായി. ഒരിക്കലും നടക്കാത്ത മനോഹരമായിട്ടുള്ള സ്വപ്നമാണ് തമിഴ്നാട്ടിൽ BJP കിളിർത്ത് പൊന്തുക എന്നുള്ളത്. അത് മനസ്സിലായി. അതുകൊണ്ടാണ് അണ്ണൻ നേരത്തെ തന്നെ സ്ഥലം വിട്ടു. ഇനിയിപ്പോൾ ഇങ്ങനൊരു സ്ഥാനത്ത് അവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ BJP തമിഴ്നാട്ടിൽ സ്വാഹ, ഒരു സംശയവുമില്ല.